ഗുഡ് മോർണിംഗ്. ഇവർ രണ്ടുപേരും കുസ്തി കാരണം എനിക്കിത് നേരത്തെ എണ്ണിക്കേണ്ടി വന്നു. പക്ഷെ അതെന്തായാലും നന്നായി. ഈ ഒരു സമയത്ത് അമ്മയുടെ നൈറ്റ് ഒക്കെ ഇട്ടിട്ട് കണ്ടം വഴിയൊക്കെ തേരാ പാരയോ നടന്നിട്ട് ഈ പേരക്കൊക്കെ പറിച്ചിട്ട് നല്ല രസമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തോട്ടിൽ കുറച്ച് മീൻ വന്ന് കുടുങ്ങിയേക്കുന്നത്. അപ്പൊ അച്ഛൻ അത് എടുക്കാനുള്ള ഉത്സാഹത്തിലാണ് നമുക്കൂടെ ജോയിൻ ചെയ്താലോ. നമുക്ക് കൂടുതലും കിട്ടുന്നത് കരട്ടി എന്ന് പറഞ്ഞ മീനും പിന്നെ കുറച്ച് പൊടിമീനും ഒക്കെയാണ്. പൊടിമീനൊക്കെ കിട്ടുന്നത് നമ്മൾ എടുത്ത് തിരിച്ച് വെള്ളത്തിൽ തന്നെ ഇടാണ് കേട്ടോ. എന്താ ചെയ്യാലോ മനസ്സായി പോയി. അപ്പൊ നമ്മളുടെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ അച്ഛൻ കോരി ഒഴിക്കുന്ന വെള്ളത്തിൽ നിന്ന് തെറിച്ച് വീഴുന്ന മീന് പെറുക്കിയെടുക്കാം. ഈ കരട്ടി ഭയങ്കര മുള്ളാണ്, അതുപോലെ തന്നെ ഭയങ്കര പെടപ്പമാണ്. അപ്പൊ അതിനെ ക്യാച്ച് ചെയ്ത് പിടിക്കാൻ അതിനെ പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം പാടാണ്. എനിക്ക് അത്ര സ്കിൽ ഇല്ലാത്തതുകൊണ്ടാണ്, അറിയുന്നവർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും നമുക്ക് ഗുഡ് പെർഫോമൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. അതിന്റെ ഇടയ്ക്ക് കൂടെ ഈ പുളകെന്ന് പറഞ്ഞ പാമ്പിന്റെ സാധനത്തിന്റെ കാര്യം കേട്ടപ്പോഴേ ഞാൻ കണ്ടം വഴി ഓടി. പിന്നെ അമ്മ കുറച്ചു നേരം ആ പരിപാടി ഏറ്റെടുത്തു. പണ്ട് കുളം വറ്റിക്കാനും ഇമാതിരി പണിക്കൊക്കെ വിളിക്കുമ്പോൾ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ പ്രവാസിയാണല്ലോ. എനിവേ നമ്മുടെ ദേഹം മൊത്തം ചെളിയായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓടിപ്പോയി ഫ്രഷ് ആവും. അതിന്റെ ഇടയ്ക്ക് അതിന്റെ ഒരു ക്ഷീണത്തിൽ നല്ല ആത്തിക്ക വർഷം ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് ഓർഡർ ചെയ്ത കുറെ അധികം ഡ്രസ്സസിൽ കുറച്ച് സാധനങ്ങളുടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം റെഡി ആവും. ഉച്ച കഴിഞ്ഞ് വേറൊരു അടിപൊളി പരിപാടിക്ക് പോകണ്ട്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.